നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് മെയ് 15 നടക്കും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന പ്രമീള ഗിരീഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ മെയ് 15 തിരഞ്ഞെടുക്കും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന പ്രമീള ഗിരീഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ കൗൺസിലർ സ്ഥാനത്ത് നിന്നും അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ 4 പേരാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത്. LDF-ൽ നിന്നും മീര കൃഷ്ണനും നജില ഷാജിയും, UDF നിന്നും ബിന്ദു ജയനും രാജശ്രീ രാജുവുമാണ് ഉള്ളത്. 15 മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറാണ് വരണാധികാരി. LDF-നും UDF-നും ഒരേ വോട്ടാണ് ലഭിക്കുന്നതെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നത്. മാർച്ച് 7 പ്രമീള ഗിരീഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യയാക്കിയത്. UDF-ൽ നിന്നും മത്സരിച്ച പ്രമീള ഗിരീഷ് കുമാർ പിന്നീട് LDF-നൊപ്പം ചേർന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.